റേഡിയോ ലൈവ് ന്യൂസ് അപ്ഡേറ്റ് brought to you by ജോസ്കോ ജുവലേഴ്സ് ഷോറൂമുകളിൽ സ്വർണ്ണ വജ്രാഭരണങ്ങൾക്ക് ഓഫറുകളുടെയും സമ്മാനങ്ങളുടെയും വിരുന്നൊരുക്കി ജൂൺ 21 മുതൽ ഗ്രാൻഡ് NRI ഗോൾഡൻ ഫെസ്റ്റ്. നമസ്കാരം, ലൈവ് ന്യൂസ് അപ്ഡേറ്റിലേക്ക് സ്വാഗതം. വാർത്തകളുമായി അരുൺ. ഹെൽത്ത് സെക്രട്ടറിയുടെ നിർദ്ദേശങ്ങൾ തള്ളി ബ്രിട്ടീഷ് മെഡിക്കൽ അസോസിയേഷനിലെ റെസിഡന്റ് ഡോക്ടർമാർ വീണ്ടും പണിമുടക്കുന്നു. തുടർച്ചയായി 5 ദിവസം പണിമുടക്കുമെന്നാണ് BMA പ്രഖ്യാപിച്ചിരിക്കുന്നത്. നവംബർ 14 മുതൽ 19 വരെ 5 ദിവസം തുടർച്ചയായി നടക്കുന്ന പണിമുടക്ക് രാവിലെ 7-ന് ആരംഭിക്കും. സമരം രോഗികളെയും ആരോഗ്യ സംവിധാനങ്ങളെയും താറുമാറാക്കും. സമരത്തിനെതിരെ രൂക്ഷ വിമർശനവുമായി ഹെൽത്ത് സെക്രട്ടറി രംഗത്തെത്തി. രോഗികളെ അപകടത്തിലാക്കുകയും വെയിറ്റിംഗ് ലിസ്റ്റ് കൈകാര്യം ചെയ്യുന്നത് ബുദ്ധിമുട്ടിലാക്കുകയും ചെയ്യുന്ന ഗുരുതരമായ സംഭാവനയാണ് യൂണിയൻ സമ്മാനിക്കുന്നതെന്ന് ഹെൽത്ത് സെക്രട്ടറി കുറ്റപ്പെടുത്തി. NHSലെ പകുതിയോളം ഡോക്ടർമാർ റെസിഡന്റ് ഡോക്ടർമാരാണ്. കഴിഞ്ഞ 3 വർഷത്തിനിടെ ഇവർക്ക് 28.9% ശമ്പള വർധനവാണ് ലഭിച്ചിരിക്കുന്നത്. വിന്ററിലേക്ക് പ്രവേശിക്കുന്ന ഘട്ടത്തിൽ പണിമുടക്കുന്നത് ഗുരുതരമായ തടസ്സങ്ങൾ സൃഷ്ടിക്കുമെന്ന് ഹെൽത്ത് മേധാവികൾ മുന്നറിയിപ്പ് നൽകുന്നു. സാധാരണയായി രോഗികളുടെ എണ്ണം കുതിച്ചുയരുന്ന ഘട്ടം കൂടെയാണ് വിന്റർ. നിലവിലെ ശമ്പള വർധനവ് കൂടിച്ചേരുന്നതോടെ റെസിഡന്റ് ഡോക്ടർമാർക്ക് 49,000 പൗണ്ട് വരെ ശമ്പളം ലഭിക്കുന്നത്. മെഡിക്കൽ സ്കൂളിൽ നിന്നിറങ്ങി ആദ്യ വർഷമാണിത്. കൂടുതൽ പരിചയസമ്പന്നരായ റെസിഡന്റ് ഡോക്ടർമാർ പ്രതിവർഷം 97,000 പൗണ്ട് വരെയും വരുമാനം നേടുന്നുണ്ട്. കൺസൾട്ടന്റായി യോഗ്യത നേടുന്നതോടെ ഇത് വീണ്ടും വർദ്ധിക്കും. കേവലം 55.3% ഡോക്ടർമാരുടെ പിന്തുണയിൽ ബാലറ്റ് നേടിയ ശേഷമാണ് BMA സമരപ്രഖ്യാപനങ്ങൾ നടത്തുന്നത്. ഇത് 2ാം തവണയാണ് ലേബർ ഗവൺമെന്റിന്റെ കാലത്ത് പണിമുടക്ക് വരുന്നത്. ഭരണപക്ഷത്തെ ടോറുകളിരിക്കുമ്പോൾ ഡോക്ടർമാരുടെ സമരങ്ങളെ ന്യായീകരിച്ച ലേബർ ഭരണം കൈവന്നതോടെയാണ് ഈ പണിമുടക്ക് അന്യായമായി അനുഭവപ്പെട്ടു തുടങ്ങിയത്. നോട്ടിംഗ്ഹാമിൽ നിന്നും 4 ദിവസങ്ങൾക്ക് മുൻപ് കാണാതായ മലയാളിയെ സുരക്ഷിതനായി കണ്ടെത്തിയതായി റിപ്പോർട്ടുകൾ. മലയാളി ഗൃഹനാഥൻ സ്റ്റീഫൻ ജോർജിനെ കണ്ടെത്തിയെന്ന വിവരം UKയിലെ മലയാളി സമൂഹത്തിന് ആശ്വാസമായി മാറി. സ്റ്റീഫനെ കണ്ടെത്തിയതായി നോട്ടിംഗ്ഹാംഷെയർ പോലീസ് സ്ഥിരീകരിച്ചതായുള്ള റിപ്പോർട്ടുകളാണ് പുറത്തുവന്നിരിക്കുന്നത്. നിലവിൽ കൂടുതൽ വിവരങ്ങൾ പുറത്തുവിട്ടില്ലെങ്കിലും ഇദ്ദേഹം സുരക്ഷിതനാണ് എന്ന് മാത്രമാണ് ലഭ്യമായ വിവരം. സ്റ്റീഫനെ 19-ന് ഉച്ചയ്ക്ക് വെസ്റ്റ് ബ്രിഡ്ഫോർഡ് പ്രദേശത്ത് അവസാനമായി കണ്ടതിനു ശേഷം പിന്നീട് വിവരമൊന്നുമില്ലെന്ന് കാണിച്ച് കുടുംബം പോലീസിൽ പരാതി നൽകിയിരുന്നു. പിന്നീട് പോലീസും പ്രാദേശിക സമൂഹവും ചേർന്നുള്ള വ്യാപകമായ തിരച്ചിലിനൊടുവിലാണ് ഫലമുണ്ടായത്. പിസ ഫാക്ടറിയിൽ ജോലി ചെയ്തിരുന്ന അദ്ദേഹം പതിവ് പോലെ ഞായറാഴ്ച ജോലിക്കായി സൈക്കിൾ യാത്ര ആരംഭിച്ചതാണ്. എന്നാൽ ജോലിസ്ഥലത്തെത്താത്തതിനെ തുടർന്ന് സ്ഥാപനത്തിൽ നിന്നും കുടുംബത്തെ അറിയിച്ചിരുന്നു. തുടർന്ന് കുടുംബം പള്ളി ഭാരവാഹികളടക്കം ചേർന്ന് അന്വേഷണം നടത്തിയെങ്കിലും ജോർജിന്റെ സഞ്ചാര വഴികളെക്കുറിച്ച് ഒരു സൂചനയും ലഭിച്ചിരുന്നില്ല. സാധ്യമായ സ്ഥലങ്ങളിൽ എല്ലാം കുടുംബം തിരയുകയും പ്രദേശത്തെ മലയാളികളുടെ സഹായത്തോടെ സോഷ്യൽ മീഡിയ വഴിയുമൊക്കെ അന്വേഷണം നടത്തിയെങ്കിലും ഒരു വിവരവും ലഭ്യമായില്ല. ഇദ്ദേഹം പോകാനിടയുള്ള മുഴുവൻ സ്ഥലങ്ങളിലും വീട്ടുകാർ തിരക്കിയിട്ടും സൂചനകളൊന്നും ലഭ്യമായില്ല. ഇതേ തുടർന്നാണ് പോലീസ് പൊതുജന സഹായം തേടി ജോർജിനെ കുറിച്ചുള്ള വിവരങ്ങൾ സമൂഹ മാധ്യമങ്ങളിൽ എത്തിച്ചത്. റിയൽ ലിവിംഗ് വേജ് ഉയരുന്നതോടെ 5 ലക്ഷത്തോളം പേർക്ക് അവരുടെ വേതനത്തിൽ വർധനവുണ്ടാകും. യഥാർത്ഥ ജീവിത ചെലവുകളെ അടിസ്ഥാനമാക്കി കണക്കാക്കുന്ന ഒരു വോളണ്ടറി വേതനമാണ് റിയൽ ലിവിംഗ് വേജ്. 16,000-ൽ അധികം തൊഴിലുടമകൾ ഇപ്പോൾ ഈ നിരക്കിലുള്ള വേതനം നൽകുന്നുണ്ട്. വേതനം മണിക്കൂറിൽ 85 പെൻസ് വർദ്ധിച്ച് 13.45 പൗണ്ട് ആയിരിക്കുകയാണ്. ലണ്ടനിൽ 95 പൗണ്ട് വർദ്ധിച്ച് 14.80 പൗണ്ട് ആയിട്ടുണ്ട്. ഈ നിരക്കുകൾ നിശ്ചയിക്കുന്ന ലിവിംഗ് വേജ് ഫൗണ്ടേഷൻ പറയുന്നത് ഈ വർഷത്തെ വേതന വർധനവോടെ ഒരു പൂർണ്ണസമയ തൊഴിലാളിക്ക് സർക്കാർ നിശ്ചയിച്ച മിനിമം വേതനത്തെക്കാൾ പ്രതിവർഷം 2,418 പൗണ്ട് അധികമായി ലഭിക്കുമെന്നാണ്. ലണ്ടനിലുള്ളവർക്ക് 5,050 പൗണ്ട് ആയിരിക്കും അധികമായി ലഭിക്കുക. റിയൽ ലിവിംഗ് വേജ് നൽകാൻ തയ്യാറാകുന്ന തൊഴിലുടമകളുടെ എണ്ണം വർദ്ധിച്ചു വരുന്നതായും ഫൗണ്ടേഷൻ അറിയിച്ചു. കഴിഞ്ഞ ഒരു വർഷക്കാലത്തിനിടയിൽ 2,500 തൊഴിലുടമകളാണ് പുതുതായി ഇതിന് തയ്യാറായി എത്തിയത്. ഇനി നാട്ടിലെ വാർത്തകൾ. രാഷ്ട്രപതി ദ്രൗപദി മുർമുവിന്റെ സന്ദർശനത്തോടനുബന്ധിച്ച് ഇന്ന് കൊച്ചിയിൽ ഗതാഗത നിയന്ത്രണം ഏർപ്പെടുത്തി. രാവിലെ 10 മുതൽ ഉച്ചയ്ക്ക് 2 വരെയാണ് ഗതാഗത നിയന്ത്രണം. കൊച്ചി നേവൽ ബേസ്, തേവര, MG റോഡ്, ജോസ് ജംഗ്ഷൻ, BTH, പാർക്ക് അവന്യൂ റോഡ്, മേനക, ഷൺമുഖം റോഡ് എന്നിവിടങ്ങളിലാണ് ഗതാഗത നിയന്ത്രണമുള്ളത്. രാഷ്ട്രപതിയുടെ സന്ദർശനവുമായി ബന്ധപ്പെട്ട് കനത്ത സുരക്ഷയാണ് എറണാകുളം ജില്ലയിൽ ഒരുക്കിയിട്ടുള്ളത്. സംസ്ഥാനത്ത് ഇന്ന് ശക്തമായ മഴയ്ക്ക് സാധ്യത. വടക്കൻ കേരളത്തിലെ എല്ലാ ജില്ലകളിലും കേന്ദ്ര കാലാവസ്ഥാ വകുപ്പ് ഓറഞ്ച് അലർട്ട് പ്രഖ്യാപിച്ചു. 5 ജില്ലകളിൽ യെല്ലോ അലർട്ട് പ്രഖ്യാപിച്ചിട്ടുണ്ട്. തീരദേശവാസികൾക്കും മലയോര മേഖലയിൽ ഉള്ളവർക്കും ജാഗ്രതാ നിർദ്ദേശം. കേരള തീരത്ത് മത്സ്യബന്ധനത്തിനുള്ള വിലക്ക് 27-ാം തീയതി വരെ നീട്ടി. ബ്രാഹ്മണർ അല്ലാത്തവരെയും ക്ഷേത്രങ്ങളിലെ ശാന്തിമാരായി നിയമിക്കാനുള്ള തിരുവിതാംകൂർ ദേവസ്വം ബോർഡിന്റെ വിജ്ഞാപനം ശരിവെച്ച ഹൈക്കോടതി. തന്ത്രി സമാജത്തിൽ നിന്ന് താന്ത്രിക വിദ്യ പഠിച്ചവർക്ക് മാത്രമേ നിയമനം നൽകാവൂ എന്ന അഖില കേരള തന്ത്രി സമാജത്തിന്റെ ഹർജി ഡിവിഷൻ ബെഞ്ച് തള്ളി. പാർട്ട് ടൈം ശാന്തി നിയമന ചട്ടങ്ങളിൽ തിരുവിതാംകൂർ ദേവസ്വം ബോർഡ് വരുത്തിയ മാറ്റം നിയമപരമാണെന്ന് നിരീക്ഷിച്ചാണ് ഹൈക്കോടതി നടപടി. ജാതി വിവേചനം അവസാനിപ്പിക്കാനാണ് തീരുമാനമെന്നും ശാന്തി നിയമനം തന്ത്രി കുടുംബത്തിന്റെ പാരമ്പര്യാവകാശമല്ലെന്നുമുള്ള ദേവസ്വം ബോർഡിന്റെ വാദം രാജാ വിജയരാഘവൻ, KV ജയകുമാർ എന്നിവർ ഉൾപ്പെട്ട ഡിവിഷൻ ബെഞ്ച് അംഗീകരിച്ചു. തിരുവനന്തപുരത്ത് നടക്കുന്ന സംസ്ഥാന സ്കൂൾ കായികമേളയിൽ 3ാം ദിനത്തിൽ ഒടുവിൽ വിവരം ലഭിക്കുമ്പോൾ 968 പോയിന്റുമായി ആതിഥേയരായ തിരുവനന്തപുരത്തിന്റെ കുതിപ്പ് 454 പോയിന്റോടെ തൃശൂരാണ് 2ാം സ്ഥാനത്ത്. 3ാം സ്ഥാനത്തുള്ള കണ്ണൂരിന് 426 പോയിന്റാണ് ഉള്ളത്. മേളയിലെ ശ്രദ്ധേയ ഇനമായ 100 മീറ്റർ നില പൂർത്തിയായി. പാലക്കാടിന്റെ J. നിവേദ് കൃഷ്ണ സംസ്ഥാന സ്കൂൾ കായികമേളയിലെ അതിവേഗ താരമായി. സീനിയർ ആൺകുട്ടികളുടെ 100 മീറ്ററിൽ 10.79 സെക്കൻഡിൽ ഫിനിഷ് ചെയ്താണ് പാലക്കാടിന്റെ നിവേദ് കൃഷ്ണ സ്വർണം നേടിയത്. 10.88 സെക്കൻഡിൽ ഫിനിഷ് ചെയ്ത മലപ്പുറത്തിന്റെ ഫസൽ
അൻസുൽ ഹക്ക് രണ്ടാമതായി. മലപ്പുറത്തിന്റെ തന്നെ അഭിഷേകിനാണ് മൂന്നാം സ്ഥാനം. 10.98 സെക്കൻഡിലാണ് ഫിനിഷ് ചെയ്തത്. ജൂനിയർ ആൺകുട്ടികളുടെ 100 മീറ്ററിൽ ആലപ്പുഴ സ്വദേശി അതുൽ TM ചരിത്രം കുറിച്ചു. 10.81 സെക്കൻഡിൽ ഫിനിഷിംഗ് പോയിന്റ് കടന്ന അതുൽ മീറ്റ് റെക്കോർഡോടെയാണ് സ്വർണം നേടിയത്. 11 സെക്കൻഡിൽ ഫിനിഷ് ചെയ്ത കോട്ടയത്തിന്റെ ശ്രീഹരിക്കാണ് ഈ വിഭാഗത്തിൽ വെള്ളി. പെൺകുട്ടികളുടെ വിഭാഗത്തിൽ മലപ്പുറത്തിനാണ് വേഗറാണിപ്പട്ടം. 12.11 സെക്കൻഡിലാണ് ഫിനിഷ് ചെയ്ത് 100 മീറ്റർ പെൺകുട്ടികളുടെ സീനിയർ വിഭാഗത്തിൽ മലപ്പുറത്തിന്റെ ആദിത്യ അജി വേഗറാണിയായി. കോഴിക്കോട് ജ്യോതി ഉപാധ്യായ 12.26 സെക്കൻഡിൽ ഫിനിഷിംഗ് പോയിന്റിലെത്തി വെള്ളി നേടി. തിരുവനന്തപുരത്തിന്റെ അനന്യ സുരേഷാണ് മൂന്നാം സ്ഥാനത്ത്. റോഡിൽ വാഹനം ഓടിക്കാൻ റോഡ് ടെസ്റ്റും മാത്രം പാസ്സായാൽ ഇനി പഴയതുപോലെ ഡ്രൈവിംഗ് ലൈസൻസ് ലഭിക്കില്ല. ലൈസൻസ് ലഭിക്കുന്നതിനുള്ള മാനദണ്ഡങ്ങൾ പുതുക്കി ഗതാഗത കമ്മീഷണർ CH നാഗരാജു RTOമാർക്ക് നിർദ്ദേശം നൽകിയിരിക്കുന്നു. കാൽനട യാത്രക്കാരെ അതീവ ശ്രദ്ധയോടെ കണക്കിലെടുത്ത് വാഹനം ഓടിക്കുന്നവർക്കും റോഡിന്റെ വശങ്ങളിൽ കൃത്യമായി പാർക്ക് ചെയ്യുന്നവർക്കും മാത്രമേ ഇനി മുതൽ ഡ്രൈവിംഗ് ലൈസൻസ് ലഭിക്കൂ. നിർദ്ദേശങ്ങൾ കൃത്യമായി പാലിച്ചു മാത്രം ലൈസൻസ് ടെസ്റ്റുകൾ നടക്കുന്നുവെന്ന് ഉറപ്പുവരുത്തണമെന്നും ഗതാഗത കമ്മീഷണർ നിർദ്ദേശിച്ചിട്ടുണ്ട്. റോഡ് മുറിച്ചു കടക്കുന്നതിനിടെയുള്ള കാൽനട യാത്രക്കാരുടെ മരണവുമായി ബന്ധപ്പെട്ട് ഹൈക്കോടതി അടുത്തിടെ പരാമർശം നടത്തിയിരുന്നു. ഇതിന്റെ പശ്ചാത്തലത്തിലാണ് ഗതാഗത കമ്മീഷണറുടെ നിർദ്ദേശം. അതുപോലെ തന്നെ ഹോൺ ഉപയോഗിക്കുന്ന കാര്യത്തിലും കർശനമായ നിർദ്ദേശം നടപ്പിലാക്കാനാണ് തീരുമാനം. അടിയന്തര സാഹചര്യങ്ങൾ മാത്രമേ ഹോൺ ഉപയോഗിക്കാവൂ എന്നും പതിവായി ഹോൺ ഉപയോഗിക്കുന്നത് നിയമപ്രകാരം ശിക്ഷാർഹമാണ് എന്നും ഗതാഗത കമ്മീഷണർ വ്യക്തമാക്കി. ഇനി സ്പോർട്സ് വാർത്തകൾ. സൂപ്പർ ലീഗ് കേരളയിൽ മൂന്നാം മത്സരത്തിൽ കണ്ണൂർ വാരിയേഴ്സ് FC ഫോഴ്സ് കൊച്ചി FCയെ നേരിടും. ഇന്നാണ് കൊച്ചി മഹാരാജാസ് കോളേജ് സ്റ്റേഡിയത്തിൽ രാത്രി 7:30 മത്സരം. ഇരുവരും ആദ്യ സീസണിൽ ഗ്രൂപ്പ് മത്സരത്തിൽ ഏറ്റുമുട്ടിയപ്പോൾ മത്സരം സമനിലയിലായിരുന്നു. സെമിഫൈനലിൽ കണ്ണൂർ വാരിയേഴ്സ് FC എതിരില്ലാത്ത 2 ഗോളിന് ഫോഴ്സയോട് തോറ്റ് ഫൈനൽ കാണാതെ പുറത്തായി. വിജയിച്ച് ഗ്രൂപ്പിൽ 1-ാം സ്ഥാനത്ത് തിരികെ എത്താൻ ഉറച്ചാണ് കണ്ണൂർ വാരിയേഴ്സ് ഇറങ്ങുന്നത്. ആദ്യ മത്സരത്തിൽ തിരുവനന്തപുരം കൊമ്പൻസിനോട് വിജയിച്ചെങ്കിലും 2-ാം മത്സരത്തിൽ മലപ്പുറം FCക്കെതിരെ സമനില വഴങ്ങി. ഒത്തണക്കത്തോടെ കളിക്കുന്നു എന്നതാണ് ലീഗിൽ മറ്റു ടീമുകളിൽ നിന്ന് കണ്ണൂർ വാരിയേഴ്സിനെ വ്യത്യസ്തമാക്കി മാറ്റുന്നത്. നിർണായകമായ ലീഗ് മത്സരത്തിൽ ന്യൂസിലാൻഡിനെ 53 റൺസിന് തോൽപ്പിച്ച് ഇന്ത്യൻ വനിതാ ക്രിക്കറ്റ് ടീം സെമിഫൈനൽ പ്രവേശനം ഉറപ്പിച്ചു. ബംഗ്ലാദേശിനെതിരായ അവസാന ലീഗ് മത്സരം തോറ്റാലും ഇന്ത്യക്ക് 4-ാം സ്ഥാനം ഉറപ്പായതിനാൽ സെമി സ്ഥാനത്തിന് ഇനി തടസ്സമില്ല. 3 വിജയങ്ങളോടെ 6 പോയിന്റ് നേടി ഇന്ത്യ നോക്കൌട്ട് ഘട്ടത്തിലെത്തി. ഇതിനൊപ്പം ഓസ്ട്രേലിയ, ദക്ഷിണാഫ്രിക്ക, ഇംഗ്ലണ്ട് എന്നിവയും സെമിയിൽ പ്രവേശിച്ചു. 6 മത്സരങ്ങളിൽ നിന്ന് 11 പോയിന്റ് നേടിയ ഓസ്ട്രേലിയ തോൽവിയറിയാത്ത ഏക ടീമായി പട്ടികയിൽ ഒന്നാമതുണ്ട്. ദക്ഷിണാഫ്രിക്ക 10 പോയിന്റുമായി രണ്ടാമതും 4 തവണ ചാമ്പ്യന്മാരായ ഇംഗ്ലണ്ട് മൂന്നാമതുമാണ്. ആദ്യ സെമിഫൈനൽ ഒക്ടോബർ 29-ന് ഗുവാഹത്തിയിലെ ബർസപാറ ക്രിക്കറ്റ് സ്റ്റേഡിയത്തിലും രണ്ടാമത്തെ സെമിഫൈനൽ നവി മുംബൈയിലെ ഡോക്ടർ DY പാട്ടീൽ സ്റ്റേഡിയത്തിലും നടക്കും. ഇനി ഇന്നത്തെ പൗണ്ട് വിനിമയ നിരക്ക് 116.87 ഇന്ത്യൻ രൂപയാണ് ഇന്നത്തെ പൗണ്ട് വിനിമയ നിരക്ക്. ഇതോടെ ഇന്നത്തെ വാർത്താ ബുള്ളറ്റിൻ പൂർണ്ണമാകുന്നു. അടുത്ത ബുള്ളറ്റിനുമായി വരും മണിക്കൂറുകളിൽ കേട്ടുമുട്ടാം. നന്ദി, നമസ്കാരം. കൂടുതൽ വാർത്തകൾക്കും വിശേഷങ്ങൾക്കുമായി റേഡിയോ ലൈം ആപ്പ് ഡൗൺലോഡ് ചെയ്യൂ. പ്ലേ സ്റ്റോറിൽ നിന്നും ആപ്പ് സ്റ്റോറിൽ നിന്നും. Radio Lime.